ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ലിയോ ലാവി ഇല്ലാതെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ലെന്നറിയാം. എന്നാൽ നിങ്ങൾ കേട്ടോ, ഈ വീഡിയോയിൽ നമ്മൾ ലിയോ ലാവിനെ വരുത്തും. അപ്പോൾ ഈ ഞങ്ങളെന്ന് പറയുന്നത് ഞാനും രോഹിത്തും അമ്മേനെയും ലിയോ ലാവിനെയും വീട്ടിലാക്കി ഞങ്ങളൊരു യാത്ര പോവാണ്. അതും ഞങ്ങളുടെ ഫേവറേറ്റ് ട്രെയിനായിട്ടുള്ള കോയമ്പത്തൂർ മയിലാടുംതുறை ജനശതാബ്ദി എക്സ്പ്രസ്. ഒരു 6 മാസം മുമ്പ് ഈ ജനശതാബ്ദിയുടെ സീറ്റൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഒരു നോർമൽ ട്രെയിൻ പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു മിനി വന്ദേ ഭാരത് ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം സങ്കടം തോന്നി. ഒരു തവണ ജനശതാബ്ദിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പം അതിനടിയിൽ കമൻസ് ആയിരുന്നു, തിന്നാനായിട്ടാണോ ട്രെയിനിൽ കയറിയത്. കാരണം അത്രയും നല്ല ഫുഡ് കിട്ടുന്ന ഒരു ട്രെയിനാണ് ഈ മയിലാടുംതുறை ജനശതാബ്ദി. പക്ഷെ ഇത്തവണ ഞങ്ങൾക്കൊരു ബോട്ടിൽ വെള്ളം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രോഹിത് അപ്പം തന്നെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഒരു 2 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആൾ വന്ന് നമ്മളോട് സംസാരിച്ചു. ഫുഡ് ലോഡ് ചെയ്യുന്നതിൻ്റെ എന്തൊരു പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചു. പിന്നെ നമ്മുടെ വിശപ്പ് മാറാനായിട്ട് അമ്മ ലിയോ ലാവിനെ വീഡിയോ കോൾ ചെയ്ത് തന്നപ്പോഴാണ് ഒരു സമാധാനമായത്. അമ്മ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയാവോ? നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴാണ് ഇവർ കുരുത്തക്കേട് കാണിക്കുന്നത്, അമ്മ മാത്രം ഉള്ളപ്പം ഇവർ നല്ല അനുസരണയുള്ള കുട്ടികളാണെന്ന്. വിളിച്ച അപ്പം വന്നിരിക്കും, ഭക്ഷണം കഴിച്ച് നേരെ കൂട്ടിപ്പോവും. അങ്ങനെ അമ്മേനെ ഒരു തരത്തിലും അവർ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്, പ്രത്യേകിച്ച് ലിയോ. അപ്പം ഞാനായിരുന്നു അവരുടെ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മളെ കാണുന്ന ആളുകൾക്കറിയാം ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ കുറേ നാളായി ഇതിൻ്റെ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാണ്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള തഞ്ചാവൂരിലോട്ടാണ് ഞാൻ പോകുന്നത്. ചോളദേശം. സ്നേഹിക്കാൻ അറിയുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് തഞ്ചാവൂർ. നമ്മുടെ ലിയോ ലാവിയുടെ കുറേ ഫ്രണ്ട്സിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനും ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരും ഇവിടുത്തെ ഫുഡുകളും മാർക്കറ്റും എല്ലാം എനിക്ക് നല്ല പരിചയമാണ്. കാരണം ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത്തവണ നമ്മൾ ഓട്ടോയും ബസ്സിലോ ഒന്നുമല്ല നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്നത്. നമ്മൾ ബെസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. തഞ്ചാവൂർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പോകാനായിട്ട് പറ്റും. ഈ കാണുന്ന നമ്പറില്ലേ, ആ നമ്പറിലോട്ടൊന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ തഞ്ചാവൂർ എത്തുന്നതിൻ്റെ മുമ്പേ ഫോൺ ചെയ്ത് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് സമയത്ത് വണ്ടി വന്നു. ഇനി AC വേണോ നോൺ AC വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മൾ പറയുന്ന സ്ഥലത്ത് അവർ നിർത്തും, അവർ നമ്മളെ വെയിറ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് തഞ്ചാവൂർ എവിടെ വേണമെങ്കിലും ചുറ്റിക്കറങ്ങാനായിട്ട് പറ്റും കേട്ടോ. സോ തഞ്ചാവൂർ വരുമ്പോൾ നിങ്ങൾ ബെസ്റ്റ് ട്രാക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മറക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഫുഡ് അടിക്കാനാണ്. സ്വന്തം വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടല്ലേ, അതേപോലെയാണ് എനിക്ക് കൃഷ്ണഭവനിൽ പോയിട്ടില്ലെങ്കിൽ. കൃഷ്ണഭവൻ എന്ന് പറയുന്നത് നമ്മൾ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും നമ്മളെ നന്നായിട്ട് അറിയാം. സ്വന്തം വീട്ടിലെത്തിയൊരു ഫീലാണ് ഈ കൃഷ്ണഭവനിൽ ഇങ്ങനെ വന്നിരിക്കുമ്പം. ഇനി നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവരിങ്ങനെ കൊണ്ടുവെക്കും. ഞാൻ സത്യം പറഞ്ഞാൽ 80 രൂപേൻ്റെ വെജ് ബിരിയാണി കഴിക്കാനായിട്ട് തഞ്ചാവൂർ വന്നതാണോ ചില സമയത്ത് എനിക്ക് തോന്നും. കാരണം അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ വെജ് ബിരിയാണിക്ക്. ബിരിയാണിയും ആ മസാലക്കറിയും സാലഡൊക്കെ കൂട്ടി കഴിച്ച് അടിപൊളിയായിരിക്കും. ഞാൻ ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും, കാണാം. ബിരിയാണി മാത്രമാണോ? അല്ല, രോഹിത് സാമ്പാർ സാധമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൻ്റെ 80 രൂപയുടെ ആ ബിരിയാണി. ഇതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യം തഞ്ചാവൂർ വന്നപ്പോൾ കഴിച്ചൊരു ഫുഡാണ്. അത് പിന്നെ ഒരു ശീലമായി. എപ്പോൾ തഞ്ചാവൂർ വന്നാലും ഈ വെജ് ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു കൃഷ്ണഭവനിലെ ആന്ധ്ര മീൽസ് അടിപൊളിയാണ്, നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യണേന്ന്. സത്യം പറയാലോ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അമ്മയും രോഹിത്തൊക്കെ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണെന്ന് പറയുകയും ചെയ്തു. എനിക്ക് വെജ് ബിരിയാണി മാറ്റി വെക്കാൻ പറ്റില്ല. രോഹിത് ഇത്തവണ സാമ്പാർ സാധമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്, അതും സൂപ്പറാണെന്നാണ് രോഹിത്തിൻ്റെ അഭിപ്രായം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മളെ അറിയാം. ഈ അക്കയ്ക്ക് അറിയാം, പിന്നെ ബാലമുരുകൻ അറിയാം, ഇതാണ് ബാലമുരുകൻ. പിന്നെ ബാക്കിയുള്ളവരുടെ പേരറിയില്ല, പക്ഷേ അവരെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്.
കൃഷ്ണഭവനിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ 2 സൈഡ് ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ കയറിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ നമസ്കാരം പറഞ്ഞില്ലേ, അവരുടേതാണ് കേട്ടോ ഈ ഷോപ്പ്. ഇവിടെ തലയാട്ടി ബൊമ്മയുണ്ട്, അതേപോലെ തഞ്ചാവൂർ കൾച്ചർ കാണിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്താണ് നമ്മുടെ റൂം. പക്ഷേ കാറിൽ പോകുമ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകണം. ഈ കാണുന്ന ശ്രീരത്ന ടെമ്പിൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. തഞ്ചാവൂർ എപ്പോൾ വന്നാലും ശ്രീരത്ന മാത്രമാണ് ഞങ്ങളുടെ ചോയ്സ്. വേറെ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇവിടെയുള്ള ആളുകൾ നമുക്ക് അത്രയും പരിചയമാണ്, എല്ലാവർക്കും ഞങ്ങളെ അറിയാം. കണ്ട ഈ ചേച്ചിയൊക്കെ ഒരുപാട് നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ശ്രീരത്നയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. തഞ്ചാവൂർ വന്നാൽ താമസിക്കാൻ പറ്റിയൊരു സ്ഥലം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ശ്രീരത്ന ടെമ്പിൾ വ്യൂ ഇൻ. ഓക്കെ, വൈ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. വലിയ ആർഭാടങ്ങളൊന്നുമില്ല. നമുക്കൊരു 1-2 ദിവസത്തേക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു നല്ല ഹോട്ടൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടൽ. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഒരു സ്നേഹം, നല്ല സർവീസാണ്. സ്ത്രീകളാണ് കൂടുതലും ജോലി ചെയ്യുന്ന ആളുകൾ, അത് കുറച്ച് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എപ്പോഴും ശ്രീരത്ന ചോയ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഫുഡ് മാത്രം ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ ആ വിഷമം പരിഹരിക്കാതെ നടക്കാനുള്ള ദൂരത്ത് നമ്മുടെ കൃഷ്ണഭവനുണ്ട്. പിന്നെ തഞ്ചാവൂർ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ബോംബെ സ്വീറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും ശ്രീരത്ന തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഒരു ചോദ്യമുള്ളത്, എന്തുകൊണ്ട് 210 എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. 210 കിട്ടാണ്ട് ഞങ്ങൾ തഞ്ചാവൂരേക്ക് വരില്ല. അപ്പം ഞങ്ങളൊരു 1 month ബാക്കൊക്കെ ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കും. 210 ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ നോക്കുന്ന ദൂരത്ത് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളാണ് ഉള്ളത്. റൂമിലിരുന്ന് തന്നെ നമുക്ക് ആ ടെമ്പിൾ കാണാം. അത് ഫുൾ ടൈം അമ്പലം കണ്ടുകൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ നമ്മുടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് 210 എപ്പോഴും. ജസ്റ്റ് ഒന്ന് ആ ഗ്രൗണ്ട് ക്രോസ് ചെയ്താൽ ടെമ്പിളായി. എന്തായാലും ഈ സ്പോട്ടിനാണ് വില, ശ്രീരത്ന നിൽക്കുന്ന സ്പോട്ട് അല്ലേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ശ്രീരത്നയിൽ നിങ്ങൾ വന്ന് താമസിക്കുന്ന സമയത്ത് ഡോക്ടർ രോഹിത് ആൻഡ് അശ്വിനിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു എക്സ്ട്രാ കെയർ ഇവിടെ ഉള്ളവർ തരും കേട്ടോ. കാരണം ഞങ്ങൾ എത്ര തവണ വന്നു എന്ന് എണ്ണാൻ പറ്റില്ല, അത്രയും തവണ നമ്മൾ തഞ്ചാവൂർ വരുന്ന ആളുകളാണ്. വരുമ്പോൾ ഒക്കെ ഇവിടെയാണ് താമസിക്കാറുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വൈകുന്നേരം തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ബൈ.